ഇത് കേട്ടിട്ട് ശ്രുതി പറയാം, എനിക്ക് അമ്മേനോടുള്ള സ്നേഹക്കുറവുകൊണ്ടൊന്നും അല്ല, പക്ഷേ ബാക്കി പറയാൻ അവന് പറ്റുന്നില്ല. സച്ചി പറയും, ഞങ്ങളുടെ പൂക്കട പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അമ്മയുടെ പേരല്ല, ഞങ്ങൾ നന്നാവുന്നത് കാണാൻ സഹിക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരാണെന്ന് പറയും. അമ്മയുടെ സ്നേഹം മുഴുവൻ നിനക്കാണ് കിട്ടിയത്, എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. അത് മുഴുവൻ നിനക്ക് തന്നോണ്ടാ നിനക്ക് അമ്മയുടെ സ്നേഹത്തിൻ്റെ വില അറിയാതെ പോയത്. ഇതൊക്കെ കേട്ട് രേവതി പുറത്തു നിന്ന് ഇങ്ങനെ കരയാണ്. ഈ ഓഡിയോ ഞാൻ അമ്മയെ കേൾപ്പിക്കുകയാണ്, നിൻ്റെ മനസ്സ് എത്രമാത്രം ചെയ്യുന്നതാണെന്ന് അമ്മ അറിയട്ടെ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ശ്രുതി പറയും, വേണ്ട സച്ചി എന്ന് പറയും. ശ്രുതിയും തടയും. എന്നിട്ട് പറയും, അമ്മയോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, എന്തായാലും അമ്മയുടെ പേര് തന്നെ ഷോപ്പിനേട്ടാന്ന് പറയും. സച്ചി അത് സമ്മതിച്ച് പോരാണ്. എന്നിട്ട് പറയും, ഈ ഓഡിയോ എൻ്റെ തന്നെ കാണും. സച്ചി കാറിലിരുന്ന് എന്തോ എഴുതുമ്പോൾ രേവതി അങ്ങോട്ട് വരും. എന്നിട്ട് പറയും, എനിക്കൊരു നോട്ട്ബുക്ക് വാങ്ങണം. ഇത് കേട്ട് സച്ചി വയ്ക്കും, എന്തിനാ, ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ടോ വയ്ക്കും. രേവതി പറയും, ഡിഗ്രിക്ക് പഠിക്കാനൊന്നുമല്ല, സച്ചിയേട്ടനെ കുറിച്ച് പഠിച്ച് എഴുതി വെക്കാൻ. സച്ചി പറയും, ഞാനിനി ചരിത്രപുരുഷനൊന്നുമല്ലല്ലോ എന്ന് പറയും. രേവതി പറയും, സച്ചിയേട്ടനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് സച്ചിയേട്ടെന്ന് ഞാൻ വിചാരിച്ചാൽ സച്ചിയേട്ടൻ വേറൊരാളായിരിക്കും. അമ്മയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് രേവതി പറയും. സച്ചി ചോദിക്കും, നീയൊക്കെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നില്ലേ. രേവതി അമ്മയെപ്പറ്റി ഇങ്ങനെ പറയും, സച്ചിയേട്ടനോട് ഒട്ടും സ്നേഹമില്ലാത്ത ഒരാളാണ്, എന്നിട്ട് അമ്മയ്ക്ക് സപ്പോർട്ടായിട്ട് സച്ചിയേട്ടൻ ഇങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ. രേവതി ചോദിക്കും, നിങ്ങൾക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഒന്നും പറയില്ല. സച്ചി പറയും, അതൊക്കെ കഴിഞ്ഞുപോയ പ്രശ്നങ്ങളെന്ന് പറയും, അതൊന്നും ഇപ്പോൾ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. രേവതി പറയും, അതെന്താണെന്ന് എനിക്കറിയണം, പറയൂ. പക്ഷേ സച്ചി ഒന്നും പറയില്ല. ശ്രീകാന്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ വർഷം ഉണ്ടാവും, മുണ്ടൊക്കെ കൊടുത്ത് ഡാൻസ് കളിക്കുന്നു. ശ്രീകാന്ത് ചോദിക്കും, ഇത് എൻ്റെ ഡ്രസ്സല്ലേ, നിനക്ക് നിൻ്റെ ഇട്ടാൽ പോരെന്ന് ചോദിക്കും. വർഷം പറയും, എൻ്റേത് വേണേൽ നിങ്ങൾ ഇട്ടുള്ളൂ എന്ന് പറയും. വർഷം അപ്പുറത്ത് പോയിട്ട് ഒരു നൈറ്റ് എടുത്തിട്ട് ശ്രീകാന്തിന് കൊടുക്കും. എന്നിട്ട് പറയും, എനിക്ക് നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് നിൻ്റെ ഡ്രസ്സ് ഇട്ടത്, നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഡ്രസ്സ് ഇടുമെന്ന് പറയും. ഇതിട്ടിട്ട് വേണോ എനിക്ക് നിന്നോട് സ്നേഹമുണ്ടെന്ന് തെളിയിക്കാൻ, നീ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ ഒന്നും ആലോചിക്കില്ല, നീ ഈ നൈറ്റ് എടുത്തിടുമെന്ന് പറയും. ശ്രീകാന്ത് വേറെ ഗതിയൊന്നുമില്ലാതെ ആ നൈറ്റ് എടുത്തിടുക. വർഷം പറയും, ഓ നല്ല ഭംഗിയുണ്ട് കാണാമെന്ന് പറയും. വർഷം പറയും, നീ കിച്ചണിൽ പോയിട്ട് എനിക്കൊരു ചായ എടുത്ത് വാന്ന് പറയും. ആദ്യം ശ്രീകാന്ത് പറ്റൂല എന്നൊക്കെ പറയുമെങ്കിലും പിന്നെ ശ്രീകാന്ത് ആ ഡ്രസ്സ് ഇട്ടിട്ട് പോവുകയാണ്. രാത്രി വിശന്നിട്ട് അമ്മ അടുക്കളയിലേക്ക് നടന്നു പോവുകയാണ്. പോയി അവിടെ ലൈറ്റ് ഇടുമ്പോൾ എന്തോ ഒരു സൗണ്ട് പോലെ തോന്നും. നോക്കുമ്പോൾ നൈറ്റ് ഇട്ട് ആരോ നിൽക്കുന്നത് കാണും. അതാരാന്ന് അമ്മ ഇങ്ങനെ തുറച്ച് നോക്കുകയാണ്.